ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 178. നമ്മൾ മണ്ഡലം 1 അധ്യായം 8 17ാമത്തെ അനുവാകത്തിൽ 118ാമത്തെ മന്ത്രമാണ് നോക്കുന്നത്. അതിൽ അശ്വദ്വയമാണ് ദേവതകൾ. അശ്വദ്വയം എന്ന് പറയുന്നത് അശ്വനി കുമാരന്മാരാണ്. അത് ബലങ്ങളാണ്, ഫോഴ്സ്. ഒരു ഫോഴ്സിനെ എപ്പോഴും രണ്ടായിട്ട് കണക്കാക്കാം. അതിനാണ് ട്രയാങ്കുലർ ലോ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഒരു ഫോഴ്സ് എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ ഫിസിക്സിൽ അനലൈസ് ചെയ്യുമ്പം അതിന് 2 കോമ്പോണൻ്റ് ഉണ്ട്, ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റും വെർട്ടിക്കൽ കോമ്പോണൻറ്റും. ഇപ്പോൾ ഒരു ഫോഴ്സ് എന്നത് ഒരു ട്രയാങ്കിൾ ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. ട്രയാങ്കുലർ ലോ ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഡയഗണൽ. അതിനെ 2ആയി എടുക്കുക, ഒന്ന് ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ്, വെർട്ടിക്കൽ കോമ്പോണൻറ്റ്. ഇങ്ങനെ 2ആയിട്ട് എടുത്തിട്ടാണ് സയൻസിൽ കാൽക്കുലേറ്റ് ചെയ്യുക. അതുകൊണ്ട് ഒരു ഫോഴ്സ് എന്ന് പറയുന്നതിൽ അതിന് 2 കോമ്പോണൻസ് ഉണ്ട്, ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ്, വെർട്ടിക്കൽ കോമ്പോണൻറ്റ്. അതാണ് അശ്വനി കുമാരന്മാർ. അപ്പോൾ ഒരു ഫോഴ്സ് 2 എണ്ണമാണ്, 2ആയിട്ടാണ് ആക്ട് ചെയ്യുക. അതുകൊണ്ടാണ് അശ്വനി കുമാരന്മാർ. കുതിര, അശ്വം എന്ന് പറഞ്ഞാൽ കുതിരയാണ്. ആ ഫോഴ്സിനെ എപ്പോഴും കുതിര മുഖം കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക, വരച്ചിട്ട് കുതിരേൻ്റെ മുഖം. അതുകൊണ്ടാണ് അശ്വനി കുമാരന്മാർ. ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്സിലുള്ള ഏത് ബലവും നമ്മളിപ്പം തള്ളുന്ന എല്ലാം ഫോഴ്സാണ്. അതേസമയം ഇവിടെ പറയുന്നത് സൂര്യൻ നമ്മളെ ആകർഷിക്കുന്ന ആകർഷണ ബലം. ആ ആകർഷണ ബലം നമ്മളെ നാഡികളിലൂടെ നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിങ്കള എന്നീ നാഡികളിലൂടെ അത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതാണ് അശ്വനി. ഏറ്റവും വലിയ ബലം എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ബലമാണ്. എല്ലാ ഗ്രഹങ്ങളുടെ ബലവും നമ്മളെ ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അത് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ആണ്. അപ്പം നമുക്ക് ആദ്യം 1ാമത്തെ മന്ത്രത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 118 1. ഋഷി കക്ഷീവാൻ ദേവത അശ്വിനികൾ ഛന്ദസ് ജഗതി തൃഷ്ടു ആവാം രഥോ അശ്വിനാശേന പദ്വ സമൃളീകസ്വവാം യാത്വാം യോ മർത്തസ്യ മനസോ ജീവയാന്ത്രിവസുന്ധര വൃഷണ വാദരംഹസ്. വജ്രത്തിന് തുല്യം പറക്കുന്ന പരമ ഐശ്വര്യത്തോടുകൂടിയ അശ്വിനികളുടെ രഥം ഇവിടെ വരയണമേ. ഈ രഥം വായുവിൻ്റെ ഗതിയോടുകൂടിയതും അത്യധികം വേഗത്തിൽ ഉള്ളതുമാണ്. ഒന്നിലെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അശ്വനി കുമാരന്മാരോട് പറയുകയാണ്, നിങ്ങൾ വജ്രത്തിന് തുല്യം. വജ്രം എന്ന് പറഞ്ഞാൽ തുളച്ച് കയറുക. വജ്രം കൊണ്ടാണല്ലോ മുറിക്കുന്നത്. അതുപോലെ ബലം എപ്പോഴും ഒരു ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇപ്പം സൂചിയെല്ലാം നമ്മളെ നേരെ മുഖത്തിൽ ഇങ്ങനെ ആക്കി അങ്ങ് തുളച്ച് കയറും. അങ്ങനെ സൂര്യനിൽ നിന്ന് വരുന്ന ബലങ്ങളെല്ലാം, ഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന ബലങ്ങളെല്ലാം വജ്രത്തിന് തുല്യം പറക്കുന്ന പരമ ഐശ്വര്യമാണ്. ഐശ്വര്യത്തോടു കൂടിയ നിങ്ങളുടെ രഥം അത് വളരെ ഐശ്വര്യം നൽകുന്നതാണ്. ആ ഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന ബലങ്ങളാണ് നമ്മളെ യജ്ഞത്തിനെല്ലാം പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് വലിയ ഐശ്വര്യം നൽകുന്നതാണ്. യജ്ഞത്തിലൂടെയാണ് നമ്മൾ പുരോഗതി നേടുന്നത്. അതോട് പറയാണ്, നിങ്ങൾ നമ്മളുടെ അടുത്തേക്ക് വരണേ. ഈ രഥം വായുവിൻ്റെ ഗതിയോട് കൂടിയതാണ്. വായു എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ബലങ്ങളെല്ലാം അതുപോലെ തന്നെയാണ്. വായു തന്നെ ഒരു ബലമല്ലേ. വായു അടിക്കുമ്പോൾ മരങ്ങളെയെല്ലാം കടപുഴകി ചിലപ്പം മറിച്ചിട്ടെന്ന് വരും. അതെല്ലാം ബലം തന്നെയാണ്. അപ്പം വായുവിൻ്റെ സ്വഭാവത്തോടു കൂടിയാണ് നിങ്ങൾ. അത് അത്യധികം വേഗമുള്ളതാണല്ലോ. വായു വളരെ വേഗത്തിൽ വരുന്ന മാതിരി തന്നെയാണ് സൂര്യനിൽ നിന്നുമുള്ള ബലം. അവിടുന്ന് ഉദിക്കുമ്പം തന്നെ നമ്മളുടെ നേരെ എത്തിച്ചേരും. ഇനി 2 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 118 2.
ത്രിവസുന്ധരേണ ത്രിവൃതാരഥേന ത്രിചക്രേണ സുഭൃതാ യാതമർവാക് പിന്വദം ഗാ ജിന്വദം അർവദോ നോ വർദ്ധയം അശ്വിനാ വീരസ്മേ. അശ്വിനികൾ 3 സ്തംഭങ്ങളോടുകൂടിയ രഥത്തിൽ ഇവിടെ വരേണമേ. ഞങ്ങളുടെ ഗോക്കളെ പാലുള്ളവ ആക്കണേ, അശ്വങ്ങളെ വേഗമേറിയവ ആക്കണേ, വീരന്മാർക്ക് ഉന്നതി നൽകണമേ. അശ്വനി കുമാരന്മാരോട് പറയുകയാണ്, നിങ്ങൾ 3 സ്തംഭങ്ങളോട് കൂടിയ രഥത്തിൽ ഇവിടെ വരണേ. നിങ്ങൾക്ക് 3 സ്തംഭങ്ങളുണ്ട്. അത് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ ട്രയാങ്കുലർ ലോ. ഒരു ബലം എന്ന് പറയുന്നത് ഡയഗണലാണ് ആ ബലം. പിന്നെ എന്തുണ്ട്? മറ്റേ 2 സൈഡ്, ഹൊറിസോണ്ടൽ കോമ്പോണന്റ്, വെർട്ടിക്കൽ സൈഡ്. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ സൈഡ്, അതാണ് 3 സ്തംഭങ്ങളോട് കൂടിയ നിങ്ങൾ. അപ്പം ട്രയാങ്കുലർ ലോ വെച്ചിട്ട് പറയുന്നതാണ്. ഇവിടെ വരും, അങ്ങനെയുള്ള രഥത്തിൽ വരും. അതായത് 3ആയിട്ടാണ് നിങ്ങൾ വരുന്നത്. ഞങ്ങളുടെ ഗോക്കളിൽ പാല് നിറക്കണേ. നമ്മളെ പശുവിൽ പാല് നിറക്കുന്നതെല്ലാം ആരാണ്? ആ ഗ്രഹങ്ങളിൽ നിന്നുള്ള ആകർഷണ ബലമാണ് മൃഗങ്ങളെപ്പോലും എന്ത് ചെയ്യുന്നത്. നമുക്കറിയാം, ജ്യോതിഷത്തിൽ എപ്പോഴാണ് മനുഷ്യൻ പ്രസവിക്കുക, സ്ത്രീകൾ പ്രസവിക്കുന്ന എപ്പോഴാണെന്നെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം പാലുണ്ടാകുന്ന എല്ലാ ആ ഗ്രഹങ്ങളുടെ ചലനം അത് മൃഗങ്ങൾക്കും ബാധകമാണ്. അപ്പം പശുവിലെ പാല് നിറക്കണേ. പിന്നെയോ വേഗമേറിയ അശ്വങ്ങളുമായിട്ട് വരണേ. അതായത് നിങ്ങൾ വളരെ വേഗത്തിലാണ് വരുന്നത്. നമ്മളെ വീരന്മാരാക്കി തീർക്കണേ എന്നെല്ലാം പറയുകയാണ്. നമ്മളെ ആക്റ്റീവ് ആക്കുന്നത്, നമ്മളെ എനർജറ്റിക് ആക്കുന്നത്, നമ്മൾ ശൗര്യം ഉണ്ടാക്കുന്നത് എല്ലാം ആ സൂര്യനിൽ നിന്നും ഗ്രഹങ്ങളിൽ നിന്നും വരുന്ന ബലങ്ങളാണ്. ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട പരാമർശമായിട്ട് കണ്ടാൽ മതി. ഇനി 3 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 118-3. പ്രപദ്യമനാ സുഹൃദാരഥേന ദസ്രാവിമം ശൃണുതം ശ്ലോകദ്രേ കിം അംഗവാ പ്രത്വവർദിൻ ഗമിഷ്ടാഹുർ വിപ്രാസോ അശ്വിനാപുരാജ. ഇറങ്ങി വരുന്ന തേരിലിരുന്ന് സോമം ഇടിക്കുന്ന ശബ്ദം ശ്രവിക്കുവാൻ അശ്വിനികളോട് അപേക്ഷിക്കുന്നു. പൂർവജന്മാർ അവരെ ദരിദ്ര വിനാശകരെന്ന് പറയുന്നു. 3 പറയുകയാണ്, നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ സോമം മേടിക്കുന്ന ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ട് വരിക. ആ സൂര്യൻ ഉദിച്ചു വരുമ്പോഴുള്ള ബലമാണ് നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത്. രാവിലെ കർമ്മത്തിനെല്ലാം പക്ഷികളെല്ലാം അത് വരുമ്പം തന്നെ ബഹളമെല്ലാം കൂട്ടിയിട്ട് പറന്നു പോകുന്നതാണ്. നമ്മളിപ്പം വീട്ടിലേക്കൊന്നും ആരെങ്കിലും കയറി വരികയാണെങ്കിൽ ഭയങ്കര ബഹളമായിരിക്കും. അടുക്കളയിൽ നിന്ന് പാത്രം ഇടുന്ന അതും ഇതുമെല്ലാം, സോമം പിഴിയുന്നത്, ഇടിക്കുന്നത് എല്ലാം. അപ്പം നിങ്ങൾ ഇതെല്ലാം കേട്ടുകൊണ്ട് വരിക എന്ന് പറയുകയാണ്. അതായത് അത് വരുമ്പം തന്നെ സൂര്യൻ്റെ ആ ഉദിച്ചു വരുമ്പോഴുള്ള ബലം വരുമ്പോൾ തന്നെ ഇവിടെ എല്ലാവരും ആക്റ്റീവ് ആകും, ഭയങ്കര ശബ്ദങ്ങളെല്ലാം പുറപ്പെടുവിച്ചുകൊണ്ട്. പൂർവികന്മാർ പറഞ്ഞിട്ടുണ്ട്, അതായത് ഋഷികളെല്ലാം പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് ദാരിദ്ര്യം ഇല്ലാതാക്കുന്നവരാണ്. നമ്മളുടെ ദാരിദ്ര്യം എങ്ങനെയാണ് ഇല്ലാതാക്കുന്നത്? രാവിലെ അത് ഉദിച്ചു വരുമ്പോൾ മനുഷ്യരെല്ലാം ഭയങ്കര ആക്റ്റീവായിട്ട് ജോലിക്ക് പഠിക്കേണ്ടവർ പഠിക്കാൻ, ജോലിക്ക് പോകേണ്ടവർ ജോലിക്കെല്ലാം പോയിട്ട് അധ്വാനിക്കുമ്പോൾ കൃഷിക്കാർ വയലിൽ പോയിട്ട് അധ്വാനിക്കുന്നു. അപ്പം ദാരിദ്ര്യം ഇല്ലാതാക്കുന്നു. അപ്പം നമ്മളെ ദാരിദ്ര്യം എല്ലാം ഇല്ലാതാക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ ഗ്രഹങ്ങളുടെ ആകർഷണ ബലമാണ്. സൂര്യനിൽ നിന്ന് ഉദിച്ചു വരുമ്പോൾ അത് നമ്മളിൽ ബലം പ്രയോഗിക്കുന്നുണ്ട്. ഇനി 4 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 118-4. ആവാം ശേനാസോ അശ്വിനാവഹന്തുരഥേ യുക്താസ ആശവ പതംഗാം യേ അപ്തുരോ ദിവ്യാസോ ന ഗൃത്ര അഭിപ്രയോ നാസത്യാവഹന്തി. വേഗമുള്ള കുതിരകളാൽ യുക്തമായ രഥത്തിൽ ഇവിടെ വരാൻ അശ്വിനികളോട് അഭ്യർത്ഥിക്കുന്നു. ഇത് ആകാശത്തിൽ കൂടി പറക്കുന്ന കഴുകന് തുല്യം അവരെ ഇവിടെ കൊണ്ടുവരേണമേ.
ഇതിൽ പറയുന്നത് നിങ്ങൾ ആകാശത്തു കൂടി വളരെ വേഗത്തിലുള്ള കുതിരകളുടെ രഥത്തിലാണ് കയറി വരുന്നത്. കുതിരകൾ എന്ന് പറഞ്ഞാൽ ബലം, ഇതെല്ലാം ബലം തന്നെയാണ്. അതുകൊണ്ട് അതിന്റെ വേഗതയാണ് രഥം എന്ന് പറയുന്നത്. വളരെ വേഗത്തിൽ രഥത്തിലേറിയിട്ട് നിങ്ങൾ നമ്മളെ അടുത്തേക്ക് വരുവിൻ. ആകാശത്തു കൂടി നിങ്ങൾ എങ്ങനെയാണ് വരുന്നത്? കഴുകന് തുല്യമാണ് പറന്നുകൊണ്ട് വരുന്നത്. കഴുകൻ വരുന്നതും, കഴുകന് 2 ചിറക് കണ്ടിട്ടില്ല, അതുപോലെ തന്നെ ഇതിന് 2 ബലങ്ങളും ഉണ്ട്. പിന്നെ അതിൻ്റെ ശരീരം ഒരു നേർക്കും, ഒരു 3 മാരി. അതുപോലെ തന്നെയാണ് കഴുകനും വരിക. അതുപോലെ നിങ്ങൾ ഇവിടെ വരിക. ഇനി 5 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 118 5. ആവാം രഥം യുവതി തിഷ്ഠതത്ര ദുഷ്ടുവി നരാ ദുഹിതാ സൂര്യസ്യ പരിവാമശ്വാപപുഷ പതംഗാവയോ വഹന്ത്യരുഷ അഭീകേ. പ്രസന്നവദനയായ സൂര്യപുത്രി അശ്വിനികളുടെ രഥത്തിൽ കയറിയിരിക്കുന്നു. ആ രഥത്തെ അശ്വിനികൾ സഹിതം പക്ഷീരൂപമായ അരുണ വർണ്ണ അശ്വങ്ങൾ ഇവിടെ കൊണ്ടുവരേണമേ. പ്രസന്നയായ സൂര്യപുത്രി നിങ്ങളുടെ രഥത്തിൽ കയറിയിരിക്കുന്നു. എന്താണ് പ്രസന്നയായ സൂര്യപുത്രി? സൂര്യന്റെ പുത്രി ഏതാണ്? ഉഷ, ഉഷസ്. സൂര്യൻ വരുന്നതിനെക്കാട്ടി മുമ്പിൽ ഒരു പ്രഭയുണ്ട്. രാവിലെ ഉദിക്കുന്നതിനെക്കാട്ടി മുമ്പ് സൂര്യനെ കാണുന്നതിനെക്കാട്ടി മുമ്പിൽ ഒരു നല്ല പ്രഭ കാണാം, അതാണ് ഉഷസ്. അതിൻ്റെ മുമ്പിലാണ് അശ്വനി കുമാരന്മാർ പോകുന്നത്. അപ്പൊ അശ്വനി കുമാരന്മാരുടെ പിന്നിലാണ് ഉഷസ് പോകുന്നത്, അതിൻ്റെ പിന്നിലാണ് സൂര്യനും പോകുന്നത്. അപ്പം സൂര്യന്റെ പുത്രിയായ ഉഷസ് നിങ്ങളുടെ രഥത്തിലാണ് വരുന്നത്. അശ്വനി കുമാരന്മാരുടെ രഥത്തിൽ കയറ്റിയാണ് ഉഷേനെ കൊണ്ടുപോകുന്നത്. ഈ രഥത്തെ നിങ്ങൾ പക്ഷിരൂപമായ അരുണവർണ്ണാശങ്ങളാൽ ഇവിടെ കൊണ്ടുവരണേ. അതായത് ആ ഉഷസ്സിനെ നമ്മളടുത്തേക്കും കൊണ്ടുവരണേ എന്ന് പറയുകയാണ്. രാവിലെ തന്നെ ഉള്ള ആ വെളിച്ചത്തിനാണ് ഉഷസ് എന്ന് പറയുന്നത്. അത് അശ്വിനി കുമാരന്മാരാണ് വിളിച്ചു കെട്ടി കൊണ്ടുപോകുന്നത്. അപ്പം നമ്മളടുത്തേക്കും കൊണ്ടുവരണേ എന്ന് പറയുകയാണ്. ഇനി 6 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 118 6. ഉദ്വന്ദനം ഐരഥം ദംസനാഭിർ ഉദ്രേഭം ദസ്രാ വൃഷണാശജീഭിഃ നിഷ്ടൗഗ്ര്യം ഭാരയത സമുദ്രാത് പുനശ്ച വാനം ചക്രതുർ യുവാനം. അശ്വിനികൾ വന്ദനനെ ഉദ്ധരിച്ചു, രേഭനെ രക്ഷിച്ചു, ഉഗ്രപുത്രനെ സമുദ്രത്തിൽ നിന്നും കൊണ്ടുവന്നു, ചവനന് യൗവനാവസ്ഥ നൽകി. ഇവിടെ ഉഗ്ര കർമ്മങ്ങളെ പ്രേരിപ്പിക്കുന്ന നിങ്ങൾ, എല്ലാ കർമ്മത്തിനെയും പ്രേരിപ്പിക്കുന്നവര് ഈ ലോകത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിലുള്ളത് അശ്വനി കുമാരന്മാരാണ്. നമ്മൾ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അതിനുള്ള ഉദാഹരണം നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അതും പറയാണ്. വന്ദനനെ ഉദ്ധരിച്ചു, വന്ദനനെ ഉദ്ധരിച്ചത് നീയാണ്, രേഭനെ രക്ഷിച്ചത് നീയാണ്, ഉഗ്രപുത്രനെ സമുദ്രത്തിൽ നിന്നും പൊക്കിയെടുത്തത് നീയാണ്, ചവനന് യൗവനം നൽകിയതും നീയാണ്. അതായത് ഈ ലോകത്തിൽ നമ്മൾ ഏതെങ്കിലും കഷ്ടതയിൽപ്പെടുമ്പോൾ അതിൽ നിന്ന് രക്ഷിക്കുന്നതും ഈ ഗ്രഹങ്ങളുടെ ആകർഷണ ബലങ്ങളാണ്. കാരണം നമ്മളിപ്പോൾ വെള്ളത്തിൽ വീണെന്ന് വെച്ചു, നമുക്ക് നീന്തലൊന്നും അറിയില്ല. നമ്മളെ രക്ഷപ്പെടണമെങ്കിൽ നീന്തൽ അറിയുന്ന ആരെങ്കിലും അവിടെ വരുത്തണം, എന്നിട്ട് അവരെ കൊണ്ടാണ് നമ്മളെ രക്ഷിപ്പിക്കുക. ആളില്ല, വന്നില്ലെങ്കിലോ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ ഇതെല്ലാം ആരാണ് തീരുമാനിക്കുന്നത്? രക്ഷപ്പെടണമെങ്കിൽ അതിനൊരാളെ അവിടെ എത്തിക്കും. ഇതെല്ലാം ഗ്രഹങ്ങളാണ് പ്ലാൻ ചെയ്തിട്ട് നടപ്പാക്കുന്നത്. അപ്പൊ ആര് രക്ഷപ്പെടുന്നതും ചവനന് യൗവനം അവസ്ഥയുണ്ടാക്കിയ നമ്മൾ ഗ്രഹങ്ങൾ നല്ലതായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ആരോഗ്യം ഉണ്ടാവും, ആ ശരീരത്തിന് ഒത്ത സൗന്ദര്യം എല്ലാം ഉണ്ടാവും, തെളിച്ചും ഉണ്ടാവും, മുഖത്തിനെല്ലാം തെളിച്ചും ഉണ്ടാകും. ആ ഗ്രഹങ്ങൾ മോശമായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഒരുമാതിരി രോഗം പിടിച്ച മാതിരി എല്ലാം ഉണ്ടാവും. അപ്പം എല്ലാം പ്രദാനം ചെയ്യുന്നത് ആ ഗ്രഹങ്ങളുടെ ബലങ്ങളാണെന്ന് പറയുകയാണ്. അതിന് ചില ഉദാഹരണങ്ങൾ സവിധം ഇത് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ചവന മഹർഷിക്ക് യൗവനം കൊടുത്തിയല്ല, ആ തരത്തിൽ പറയുകയാണ്. ഇനി 7
ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 118 7. യുവം അത്രയേ വനീയായ തപ്തം ഊർജമോ മാനം അശ്വിനാവദത്തം യുവം കണ്വായ അപിരിത്തായ ചക്ഷു പ്രത്യദത്തം സുഷ്ടുതിം ജുജൂഷാണ. അശ്വിനികൾ ദഹിപ്പിക്കപ്പെട്ട അത്രയ്ക്ക് സുഖം നൽകുന്ന അന്നം കൊടുത്തു. സ്തുതികൾ ശ്രവിക്കുന്ന അശ്വിനികൾ കണ്വന് നേത്രങ്ങൾ നൽകി. ഇവിടെ അത്രി മഹർഷിക്ക്, ദഹിക്കപ്പെട്ട അത്രി മഹർഷിക്ക് അന്നം നിങ്ങൾ കൊടുത്തു എന്ന് പറയുകയാണ്. അത്രി മഹർഷി ദഹിക്കപ്പെട്ട്, എന്തുകൊണ്ടാണ് അത്രി മഹർഷിയാണ് അഗ്നി കണ്ടെത്തിയത് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത്രി മഹർഷി ഒരാളും വേദങ്ങളിലെ ഞാനാണിത് ചെയ്തത് എന്ന് പറയില്ല. കാരണം ഇതെല്ലാം പണ്ടേ ഉള്ളതാണ്. സൈക്കിൾ ഈ സയൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും എന്ന് അവകാശപ്പെടുന്നതിന് അർത്ഥമില്ല. പക്ഷെ അത്രി അത് പറഞ്ഞത് കൊണ്ട് അദ്ദേഹത്തെ ചിലപ്പോൾ കളിയാക്കും. അപ്പോൾ അദ്ദേഹം ദഹിപ്പിക്കപ്പെട്ട അഗ്നി മഹർഷിക്ക്, അപ്പോൾ അദ്ദേഹമാണല്ലോ അഗ്നി കണ്ടെത്തിയത്. അതുകൊണ്ട് അതിൽ ദഹിച്ചു പോയി എന്ന നിലയിൽ ആകെ ചൂട് കൊണ്ട് അഗ്നി കണ്ടെത്തിയതുകൊണ്ട് ആ ചൂട് കൊണ്ട് അങ്ങേര് ദഹിക്കപ്പെട്ടിരുന്നപ്പോൾ അന്നം നൽകി. അന്നം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഈ അഗ്നി കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഭക്ഷണങ്ങളെല്ലാം പാകം ചെയ്ത് ചുട്ട് തിന്നാനെല്ലാം തുടങ്ങിയത്. അതുകൊണ്ട് അന്നം കിട്ടി. അവരെ തിന്നാൻ പറ്റൂല. മൃഗത്തിൻ്റെ ഇറച്ചിയെല്ലാം എങ്ങനെയാണ് തിന്നുന്ന? അഗ്നി ഉണ്ടായപ്പോൾ ചുട്ട് കരിച്ചിട്ടെല്ലാം തിന്നാലോ. അപ്പം അന്നം നൽകുവാൻ സഹായിച്ചു. കണ്ണുവിന് നേത്രങ്ങൾ നൽകി. നേത്രങ്ങൾ നൽകുക എന്ന് പറഞ്ഞാൽ അതും വേറെ എന്തെങ്കിലും കണ്ണുവിന് അത്തരത്തിലുള്ള വ്യക്തിപരമായിട്ട് പരാമർശം നടത്തിയിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് അത് പറയുന്നത്. സൂര്യനാണ് കണ്ണിൻ്റെ കാരകത്വമുള്ളത്. അപ്പം സൂര്യൻ നല്ല നിലയിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കാഴ്ചശക്തി ഉണ്ടാകും. ജാതകത്തിൽ സൂര്യൻ്റെ കിടപ്പ് ശരിയല്ലെങ്കിൽ കാഴ്ചക്ക് ഭംഗം വരും. തരത്തിലുള്ള ഒരു പരാമർശമാണ്. ഇനി 8 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 118 8. യുവം ധേനും ശയവേ നാധിതായ പിന്നുതം അശ്വിനാപൂർവ്യായ അമുഞ്ചതം വർത്തികാം അംഹസോ നിപ്രതിജംഘാം വിഷ്പലായായ അധത്തം. അശ്വിനികൾ പ്രാർത്ഥിച്ചിരുന്ന ശയുവിൻ്റെ പശുവിനെ പാലുള്ളതാക്കി. വർത്തികയുടെ ദുഃഖം അകറ്റി. വിഷ്പലയ്ക്ക് കണങ്കാല് കൊടുത്ത് നടക്കുമാറാക്കി. ഇതും വേറെ ചിലത് വെച്ചുകൊണ്ട് ഉദാഹരണ സഹിതം പറയുകയാണ്. ശയു പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ പശുവിൽ പാലിനെ നിറച്ചു കൊടുത്തു. പശുവിൽ പാല് നിറക്കുന്നതെല്ലാം ഗ്രഹങ്ങൾ നമുക്കറിയാലോ. മനുഷ്യരിൽ എപ്പോഴാണ് പ്രസവിക്കുക എന്നെല്ലാം ജ്യോത്സ്യരെടുത്ത് വന്ന് ചോദിക്കും. എപ്പോഴാണ് പ്രസവിക്കുക എന്നെല്ലാം. പ്രസവിക്കുന്നതെല്ലാം ആ ഗ്രഹങ്ങളുടെ പൊസിഷൻ അനുസരിച്ചാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ അപ്പോഴാണല്ലോ പാലും എല്ലാം ഉണ്ടാവുക. അതുപോലെ തന്നെ അത് പശുക്കൾക്കും എല്ലാം ബാധകമാണ്. പശുവിൽ പാല് നിറയ്ക്കുന്നു. വർത്തകിയുടെ ദുഃഖം അകറ്റുന്നു. നമ്മുടെ ദുഃഖങ്ങളെല്ലാം അകറ്റുന്നതും ഗ്രഹങ്ങൾ ഓരോ പൊസിഷനിൽ നല്ല സ്ഥലത്ത് വരുമ്പോഴാണ്. അതുകൊണ്ടാണ് ജ്യോത്സ്യരെടുത്ത് പോയിരുന്ന ജ്യോത്സ്യരെ ഭയങ്കര കഷ്ടപ്പാടാണ്, ദുഃഖമാണ്, ഇതെല്ലാം എപ്പം തീരുവാന്നെല്ലാം ചോദിക്കുന്നത്. പിന്നെയോ വിഷ്പലക്ക് എന്ത് ചെയ്തു? കണങ്കാല് കൊടുത്ത് നടക്കുവാൻ സഹായിക്കുകയും ചെയ്തു. നടക്കാനുള്ള ഇതെല്ലാം ഒരു കുട്ടി തന്നെ നടക്കുന്നതിന് എന്തുണ്ട്? ഒരു പ്രായമുണ്ട്. ഇത്ര മാസം കഴിയുമ്പോൾ നടക്കും. ആ മാസം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഭൂമി സൂര്യനിൽ നിന്നും അത്ര ഡിഗ്രി സഞ്ചരിക്കുമ്പോഴാണ് നടക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് സൂര്യൻ്റെ പൊസിഷൻ അങ്ങനെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഭൂമി സൂര്യനിൽ നിന്ന് ഇത്ര ഡിഗ്രിയിൽ നിൽക്കുമ്പോഴാണ് ആ നടക്കാനുള്ള അവസ്ഥ കുട്ടിക്ക് ആകുന്നത്. അപ്പം ഇതെല്ലാം ഗ്രഹങ്ങൾ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ഗ്രഹം അവിടെ നിൽക്കുന്നതല്ലേ ഉള്ളൂ. അതിൽ നിന്നുള്ള ബലങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ ആക്ട് ചെയ്യുന്നത്. ഇനി 9
ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 118-9. യുവം ശേദം പേദവ ഇന്ദ്രം ജുദാം അഹിഹനം അശ്വിനാത് ദത്തമശ്വം ജുഹൂത്രമരിയോ അഭൂതിമുഗ്രം സഹസ്രശാം വൃഷണം വിഡ്വംഗം. അശ്വിനികൾ പേതുവിന് ഇന്ദ്രനാൽ പ്രേരിതവും ശത്രുനാശകവും ഐശ്വര്യശാലിയും ശ്വേത നിറമുള്ളതുമായ അശ്വത്തെ ദാനം ചെയ്തു. ഇവിടെ പറയാണ് അശ്വിനികളോട്, നിങ്ങൾ പേതുവിന് ഇന്ദ്രനിലൂടെ എന്ത് ചെയ്തു കൊടുത്തു? ഐശ്വര്യശാലിയും ശ്വേത നിറവുമുള്ളത് അശ്വത്തെ ദാനം ചെയ്തു. അശ്വം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് അശ്വമാണ് ധനമായിട്ട് കണ്ടിരുന്നത്. പശു, കുതിര ഇതെല്ലാണ് ധനം. അപ്പം ധനം നേടിക്കൊടുക്കുന്നത് ഗ്രഹങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ജ്യോത്സ്യരെടുത്ത് വന്നിട്ട് എന്ത് ചോദിക്കുന്നത്? എപ്പോഴാണ് എനിക്ക് ദാരിദ്ര്യമാണ്, എപ്പോഴാണ് പണമെല്ലാം ഉണ്ടാവുക എന്നെല്ലാം ചോദിക്കുന്നില്ലേ? അതെല്ലാം ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനമുള്ള ഇതെല്ലാം ഗ്രഹങ്ങൾ ബലത്തിലൂടെയാണ്. അതൊരു പ്രത്യേക സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് അനുകൂലമായ ബലം നമ്മളിൽ പ്രകടിപ്പിക്കുകയും നമ്മളിൽ ചെലുത്തുകയും അതിനനുസരിച്ച് നമ്മൾ ധനം നേടുകയെല്ലാം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട പരാമർശമായിട്ട് കണ്ടാൽ മതി. ഇനി 10 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 118-10. താമ്പാനരാസുഭസേ സുജാത ഹവാമഹേ അശ്വിന നാഥമാന ആന ഉപവസുമദാര്യധേന ഗിരോ ജുഷാണസുവിതായ യാതം. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ അശ്വിനികളെ ആഹ്വാനം ചെയ്യുന്നു. അവർ ഞങ്ങളുടെ സ്തുതികൾ സ്വീകരിച്ച് ധനയുക്തമായ രഥത്തോടുകൂടി ഞങ്ങളുടെ അടുക്കലേക്ക് വരേണമേ. അശ്വിനികളോട് പറയാണ്, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെ അശ്വിനികളുടെ പ്രാധാന്യമെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, അതുകൊണ്ട് നമ്മളെ രക്ഷ ആരിലാണ് കിടക്കുന്നത്? ഈ ഗ്രഹങ്ങളിൽ നിന്നുള്ള ബലങ്ങളിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് അശ്വിനി കുമാരന്മാരോട് പറയുകയാണ്, നമ്മളുടെ രക്ഷക്കായിട്ട് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ആ ആഹ്വാനം സ്വീകരിച്ചിട്ട് നമുക്കെന്ത് വേണം? ധനയുക്തമായ രഥത്തോടുകൂടി ഞങ്ങളുടെ അടുത്ത് വരണേ, നമുക്ക് ധനം നേടിത്തരണേ. അപ്പം നേരത്തെ തന്നെ പറഞ്ഞ ധനം കിട്ടുന്നതെല്ലാം ഗ്രഹങ്ങളുടെ സ്വാധീനത്താൽ ആണ്. ഇനി 11 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 118-11. ആശ്വേനസ്യ ജവസാ നൂതനേനാസ്മേ യാതം ന സത്യാസജോഷാഃ ഹവേഹി വാമശ്വിനാരാധഹവ്യ ശശ്വത്തമയായ ഉഷസോ വിഷ്ഠൗ. അശ്വിനികൾ കഴുകൻ്റെ ഗതിയോടുകൂടി ഞങ്ങളുടെ അടുക്കലേക്ക് വരേണമേ. ഉഷക്കാലത്തിൻ്റെ ഹവിസ്സും കരങ്ങളിലേന്തി ഞങ്ങൾ അവരെ ആഹ്വാനം ചെയ്യുന്നു. ഇതിൽ അശ്വിനികളോട് അപേക്ഷിക്കുകയാണ്, നിങ്ങൾ കഴുകൻ്റെ വേഗത്തിൽ, കഴുകൻ വരുന്ന വേഗത്തിൽ നമ്മളുടെ അടുത്തേക്ക് വന്നിട്ട് ഉഷകാലത്തിൽ നമ്മൾ ഹവിസ്സും സ്വീകരിച്ചുകൊണ്ട് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. നമ്മൾ യജ്ഞം ചെയ്യാനുള്ള വസ്തുക്കളെല്ലാമായിട്ട് നമ്മൾ റെഡിയായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ കഴുകൻ്റെ വേഗത്തിൽ വന്നിട്ട് നമ്മൾക്ക് നമ്മുടെ ആഹ്വാനം സ്വീകരിക്കണം. അതായത് നമ്മൾ യജ്ഞം ചെയ്യണം. യജ്ഞത്തിന് പ്രേരിപ്പിക്കുന്നത് ഗ്രഹങ്ങളാണ്. ആ ഗ്രഹങ്ങളുടെ പ്രേരണയനുസരിച്ച് നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ നമുക്ക് ധനം കിട്ടും, നമ്മൾ ദാരിദ്ര്യമില്ലാക്കലും അതിന് ആഹ്വാനം ചെയ്യുന്നതായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.